വെരി ഗുഡ് മോർണിംഗ് ടു ആൾ. ഞങ്ങളുടെ കാശ്മീരിലെ രണ്ടാമത്തെ ദിവസത്തിൻ്റെ വീഡിയോ കേട്ടോ ഇത്. അതായത് സൺഡേ ആണ് ഞങ്ങളിവിടെ എത്തിയത്. തിങ്കളാഴ്ച മോർണിംഗ് ആട്ടോ ഇത്. ഞങ്ങളുടെ ഹോട്ടൽ ബാൽക്കണിയിൽ നിന്നുള്ള ശ്രീനഗറിലെ വ്യൂ ആണിത്. നല്ല മഴയായിരുന്നു ഇന്നലെ വരുമ്പോൾ. അപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ കുറവാണ്, 10 ബിലോയാണ് ടെമ്പറേച്ചർ കേട്ടോ. നല്ല തണുപ്പാണ്. ഏകദേശം ഒരു 7:30 കേട്ടോ ടൈം. റോഡിൽ വണ്ടികളൊന്നും ഒരുപാടില്ല. പക്ഷേ CRPFൻ്റെ വണ്ടി ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് ജവാന്മാരും ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ മോർണിംഗ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക കേട്ടോ. നല്ല ഭംഗിയുള്ള, നല്ല ഫെസിലിറ്റി ഉള്ളൊരു ഹോട്ടലാട്ടോ ഇത്. സ്റ്റെയറിലും ഹോട്ടലിൽ നിറയെ പിക്ചേഴ്സ് ഉണ്ട് കേട്ടോ. അത് കാശ്മീരിൻ്റെ ഓരോ ഭാഗങ്ങൾ ഒപ്പിയെടുത്ത പിക്ചേഴ്സാണ്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. ഫൈസൽക്ക് കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഞാനൊന്ന് പരിചയപ്പെടുത്താം. ആദ്യം തന്നെ കോൺഫ്ലെക്സ് ആണ്. അതിലോട്ടുള്ള നല്ല ചൂടുള്ള പാലുണ്ട്. പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. അടുത്തതായിട്ട് ഒരു റൊട്ടി ഉണ്ടായിരിക്കും. ഇന്നത്തെ റൊട്ടി പൂരിയാണെന്ന് തോന്നുന്നു. ഈ റൊട്ടിയുടെ പാത്രത്തിൽ റൊട്ടി കഴിഞ്ഞിരിക്കുക കേട്ടോ, റീഫില്ല് ചെയ്തിട്ടില്ല. പിന്നെ അതിലോട്ട് ചോലെ മസാലയാണ് ഇട്ടുള്ളത്. പിന്നെ പോഹയുണ്ട്, നൂഡിലുണ്ട്. അടുത്തതായിട്ട് ബ്രെഡ് ഉണ്ട് കേട്ടോ. ബ്രെഡ് നമുക്ക് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം, അതല്ലാതെ പ്ലെയിനായിട്ട് യൂസ് ചെയ്യാം. ബ്രെഡിൻ്റെ കൂടെ നമുക്ക് ബട്ടറും ജാമും ഉണ്ടായിരിക്കും. അടുത്തതായിട്ട് ചായയാണ്. ചായ വിത്തൗട്ട് ആട്ടോ, നമുക്ക് ആവശ്യത്തിന് മധുരം ഇട്ടിട്ട് എടുക്കാം. അടുത്ത് തന്നെ ഷുഗർ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് മുട്ടയാണ്. പിന്നെ ചൂടുവെള്ളമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇത് ഫൈസൽ ഖാൻ്റെ അടുത്തുള്ളത് നീനു കേട്ടോ. ഫൈസൽ ഖാൻ്റെ പാർട്ട്ണറുടെ മോളാണ്, ചെറിയ മോളാണ്. ആളാകെ മടി പിടിച്ച് ഇരിക്കുക കേട്ടോ. ഫുഡ് കഴിച്ച് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഞങ്ങളുടെ ട്രാവലറിനെ വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇന്നത്തെ ടെമ്പറേച്ചർ 13 ഡിഗ്രിയാണ് കാണിക്കുന്നത്. നാളെ 19 ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. 8 ഡിഗ്രി വരെ വരാമെന്ന് പറയുന്നുണ്ട്. ശ്രീനഗറിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര തുടരുക കേട്ടോ. ഇവിടുത്തെ അധിക വീടുകളും 2 നിലയുള്ള വീടുകളാട്ടോ. പിന്നെ വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് റൂഫ് ചെരിഞ്ഞിട്ടായിരിക്കും. കൂടാതെ അതിൻ്റെ മുകളിലായിട്ട് ഷീറ്റായിരിക്കും ഉണ്ടായിരിക്കുക. സ്നോഫോൾ ഉണ്ടാകുമ്പോൾ അധികം തങ്ങി നിൽക്കാതെ താഴോട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഈ കാണുന്നതൊക്കെ ആപ്പിൾ ട്രീസ് ആട്ടോ. ആപ്പിൾ ട്രീസ് അതിൻ്റെ ഇലയൊക്കെ പൊഴിച്ചിട്ട് നിൽക്കുകയാണ്. ഇല വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലയിടത്തൊക്കെ നിറയെ പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. ആപ്പിൾ ഉണ്ടാവേണ്ട സമയമായിട്ടില്ല. ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടി നിറയെ ആപ്പിൾ ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇത് പോകുന്ന വഴിയിൽ കണ്ട ഒരു ലേക്കാണ്. പിന്നെ കാശ്മീരിൽ ഒരുപാട് ലേക്കുകളുണ്ട്, വാട്ടർ ബോഡീസ് ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇവിടുത്തെ ഫേമസ് ആണല്ലോ നഗീൻ ലേക്ക്, അതുപോലെ തന്നെ ഡൽ ലേക്ക് ഒക്കെ ഫേമസ് ലേക്കുകളാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര സോൻമർഗിലോട്ടാണ് കേട്ടോ. അതായത് കാശ്മീരിലെ സ്വർണ്ണ താഴ്വരയാണ് കേട്ടോ. ഞങ്ങളുടെ ലിസ്റ്റിലെ ലാസ്റ്റ് ദിവസമായിരുന്നു സോൻമർഗ് പ്ലാൻ ചെയ്തത്. പക്ഷെ മഴ കാരണം സ്നോഫോൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് നേരത്തെ ആക്കിയതാണ്. കാരണം ചിലപ്പോൾ വെയിറ്റ് ചെയ്താൽ സ്നോഫോൾ വന്നാൽ അങ്ങോട്ടുള്ള വഴി ബ്ലോക്ക് ചെയ്യും. പോകുന്ന വഴിക്കും മഴ തന്നെയായിരുന്നു കേട്ടോ. മഴ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. 1-2 സ്വെറ്ററൊന്നും പോരാ. കാശ്മീരിലോട്ട് വരുമ്പോൾ നമ്മൾ വിചാരിക്കും തണുപ്പ് അധികം ഇല്ലാത്ത സമയമാണല്ലോ ഇത്, അപ്പോൾ ഒരുപാട് പ്രിപ്പറേഷൻസ് എടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെ. നമ്മൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിലും തെർമറും സ്വെറ്ററും എല്ലാം നമ്മൾ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പണി കിട്ടുമേ. ഞങ്ങൾ എയർപോർട്ടിൽ വന്നപ്പോൾ തന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ടെമ്പറേച്ചർ ഒരുപാട് കുറഞ്ഞു പോയിരുന്നു. അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ നിന്ന് 2 സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് പുറത്തിറങ്ങിയത്. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ തെർമലിൻ്റെയോ സ്വെറ്ററിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഹാൻഡ് ബാഗേജിൽ തന്നെ എല്ലാം എടുത്തത് കൊണ്ട് അപ്പോൾ എടുക്കാം, ഈസിയായി. ഇവിടെ കടുക് പാടങ്ങൾ ഒരുപാട് കാണാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ ആപ്പിൾ തോട്ടങ്ങൾ കാണാൻ സാധിക്കും. ഈ കാണുന്നതൊക്കെ ആപ്പിൾ തോട്ടങ്ങളാട്ടോ. ഇതിലൊക്കെ നിറയെ പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. ഈ ആപ്പിളിൻ്റെ ചെടികളൊന്നും ഒരുപാട് ഹൈറ്റിൽ പോയിട്ടില്ല കേട്ടോ, വെട്ടി നിർത്തുന്നതാണെന്ന് തോന്നുന്നു. പൂക്കൾ നിറയെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴേക്കും നിറയെ ആപ്പിളായിരിക്കും. ആ സമയത്ത് കാശ്മീരിൻ്റെ വ്യൂ എന്ന് പറയുന്നത് തന്നെ മാറും കേട്ടോ. ഈ കാണുന്ന മഞ്ഞ കളറെല്ലാം കടുക് പാടങ്ങളാണ്. നിറയെ കടുകൊക്കെ പൂത്ത് നിൽക്കുക കേട്ടോ. നമ്മുടെ നാട്ടിൽ കുറച്ച് സ്ഥലം കിട്ടുകയാണെങ്കിൽ നമ്മളവിടെ ഒരു തെങ്ങ് വെക്കും അല്ലേ, അതേപോലെ തന്നെ ഇവിടെ കുറച്ച് സ്ഥലം ഉണ്ടോ അവിടെ കടുക് അവർ നട്ടിട്ടുണ്ടാവും. ചെറിയ പ്ലോട്ടിൽ വരെ കടുക് ഉണ്ടായിരിക്കും കേട്ടോ. ദൂരെ നല്ല മഞ്ഞ് മൂടി കിടക്കുന്ന മലയൊക്കെ കാണാം കേട്ടോ. ആ മലയിലോട്ടാണ് നമ്മൾ പോകുന്നത്, സോൻമർഗ്. നല്ല വ്യൂ ആട്ടോ. പോകുന്ന വഴിക്ക് ചെമ്മരിയാടിൻ്റെ ഒരു കൂട്ടം തന്നെ വന്നു കേട്ടോ.
ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ആട് മേയ്ക്കുന്നവർക്ക് നമുക്ക് ഒരുപാട് കാണാം കേട്ടോ. ഞങ്ങൾ 33 പേരാണ് ഒന്നിച്ച് പോയിരുന്നത്. 33 പേര് 2 ട്രാവലറിലായിട്ടാട്ടോ പോയിട്ടുള്ളത്. ഇവിടുത്തെ ഒരു ടൗണാണ്, അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയാണ് കേട്ടോ. മഴ ആയതുകൊണ്ട് തന്നെ ടൗണൊന്നും അത്ര ആക്റ്റീവ് അല്ല കേട്ടോ. സോൻമർഗ് സ്നോ ഉള്ളൊരു ഏരിയയാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ നമുക്ക് സ്നോ പ്രൊട്ടക്ഷനുള്ള ഐറ്റംസ് ഒക്കെ റെഡിയാക്കി വെക്കണം കേട്ടോ. ഗ്ലൗ ആണെങ്കിലും സ്വെറ്റർ ആണെങ്കിലും ഒക്കെ റെഡിയാക്കി വെക്കണം. ഞങ്ങളൊരു ബ്രേക്കിന് വേണ്ടിയിട്ട് ഡൽഹി ദർബാറിൽ കയറിയിരിക്കുക കേട്ടോ. ഇവിടെ ഫുഡ് കഴിക്കുന്നവർക്ക് ഫുഡ് കഴിക്കാം, ഇനി പർച്ചേസ് ചെയ്യുന്നവർക്ക് പർച്ചേസ് ചെയ്യാം. എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. സ്വെറ്റർ ആണെങ്കിൽ പിന്നെ ഗ്ലൗ, ക്യാപ്പ് അതൊക്കെ മസ്റ്റായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതെല്ലാം നമുക്ക് ഇന്ന് വാങ്ങിക്കാം കേട്ടോ. അത്യാവശ്യം നല്ലൊരു പർച്ചേസിങ് ഏരിയ തന്നെയുണ്ട് ഇതിൻ്റെ അകത്ത്. ഈ ഇരിക്കുന്നത് ഞങ്ങളുടെ കാശ്മീരിലെ ഗൈഡാട്ടോ. ഇവിടെ നമ്മൾ സാധനത്തിൻ്റെ വില ചോദിക്കുകയാണെങ്കിൽ ഡബിൾ റേറ്റ് ഒക്കെ പറയും കേട്ടോ. ആദ്യം നമ്മൾ ഇതിൻ്റെ വില പകുതിയാക്കിയിട്ട് ചോദിക്കണം അവരോട്. പിന്നെ നമുക്ക് അഫോർഡബിൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. അത്യാവശ്യം 1-2 ഐറ്റം എടുത്തിട്ട് നേരെ ചായ കുടിക്കാൻ പോയിട്ടോ. ഫൈസൽക്ക് ഒരു ടീ ലവറാണ്. അപ്പോൾ ചായയും അതിൻ്റെ കൂടെ തന്നെ ആലു പറാത്ത കേട്ടോ കഴിക്കുന്നത്. ഞാൻ വാങ്ങിച്ചത് ഇവിടുത്തെ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള കാവയാണ്, കശ്മീരി കാവ. ഇവിടെ തണുപ്പുള്ള ഈ സമയത്ത് ഇവർ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്ന സാധനം കേട്ടോ ഇത്. അപ്പോൾ ചായയും കാവയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ് സോൻമർഗിലോട്ടാട്ടോ. പോകുന്ന വഴി തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടുത്തെ ഒരു പള്ളിയാണ്. ഈ പള്ളി കാണാൻ നല്ല ഭംഗിയാട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു 99% ബിൽഡിങ്ങുകളും ഇഷ്ടികയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഇഷ്ടികയുടെ കൂടെ തന്നെ വെട്ടുകല്ല് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഹോളോ ബ്രിക്കും അതുപോലെ തന്നെ സിമെൻറ്റ് ബ്ലോക്സ് ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ. പക്ഷേ ഇവിടെ ഞാൻ കണ്ടതിൽ ഒരു 99% ഇഷ്ടികയിലാണ്. പക്ഷെ അതിന് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിന് നല്ലൊരു ഭംഗിയാട്ടോ. ചില വീടുകളൊന്നും പ്ലാസ്റ്ററിങ് പോലും ചെയ്തിട്ടില്ല. മഞ്ഞുമലകളൊക്കെ കാണാൻ തുടങ്ങി. ഇത് ശരിക്കും ഒരു പാറ പോലെ ഉറച്ചിരിക്കുക കേട്ടോ. ഈ മഞ്ഞുമലകൾ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇതിന് താഴെയായിട്ട് ഒരു വാട്ടർ ബോഡി ഉണ്ട്. ഈ മഞ്ഞൊക്കെ ഉരുകി ഒലിച്ച് ഈ പുഴയിലോട്ട് വരികയാണ് ചെയ്യുന്നത്. പിന്നെ അതങ്ങനെ ഒലിച്ച് പോകട്ടെ. ഈ സോനാമർഗ് എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. സ്വർണത്തിൻ്റെ പുൽത്തകിടി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ശ്രീനഗറിൽ നിന്ന് 80 കിലോമീറ്റർ ട്രാവൽ ചെയ്യണം. ഇനി സോനാമർഗിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ കാശ്മീരിൻ്റെയും ടിബറ്റിനെയും കണക്ട് ചെയ്യുന്ന പുരാതനമായിട്ടുള്ള സിൽക്ക് റോഡിൻ്റെ കവാടമാണ് ഇതെന്നാണ് അറിയപ്പെടുന്നത്. കശ്മീർ താഴ്വരയിൽ നിന്ന് 2730 മീറ്റർ ഉയരത്തിലാണ് ഈ ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ സോൻമർഗിൽ മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. എന്നാൽ വേനൽക്കാലത്ത് പൂക്കുന്ന ആൽപൈൻ പുൽമേടുകളും അതുപോലെ മത്സ്യമുള്ള നദികളും തടാകങ്ങളും എല്ലാം ചേർന്ന് വേറൊരു ഭംഗിയായിരിക്കും സോൻമർഗിന്. ഇന്നത്തെ സോൻമർഗിലെ ടെമ്പറേച്ചർ 2 ഡിഗ്രി കേട്ടോ. അങ്ങനെ വെൽക്കം ടു സോൻമർഗ് എന്നൊരു ബ്രിഡ്ജ് എത്തി. ഞങ്ങളുടെ വണ്ടി വലുതായതുകൊണ്ട് അതിലൂടെ കയറ്റി വിട്ടില്ല കേട്ടോ. വേറെ റൂട്ടിലൂടെയാണ് വിട്ടത്. സോൻമർഗിൻ്റെ മഞ്ഞൊക്കെ ഉരുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഏപ്രിൽ മന്താണല്ലോ ഇത്. നല്ല മഞ്ഞ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജാനുവരി, ഫെബ്രുവരി ആ ഒരു ടൈമിലൊക്കെ വരണം എന്നാണ് പറയാറ്. ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് മഞ്ഞ് വേണ്ട, നമുക്ക് മഞ്ഞ് ഫീൽ ചെയ്യുക കൂടെ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സമയം പ്രിഫർ ചെയ്തത് കേട്ടോ. ഇവിടെ വന്നപ്പോൾ നല്ല മഴയായിരുന്നു. മഴയാണ് ഒരു പ്രശ്നമാക്കിയത്. മഴയായാൽ പിന്നെ നിറയെ ചെളിയായിരിക്കും. ഈ സ്നോ ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ സ്നോയിൽ പോവുകയാണെങ്കിൽ മസ്റ്റായിട്ട് ജാക്കറ്റ് ഇവിടുന്ന് തന്നെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. വാങ്ങിക്കുക മീൻസ് റെൻ്റ് ഔട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇങ്ങനൊരു ജാക്കറ്റ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും. പിന്നെ അതിൻ്റെ ഒരു ആവശ്യം പിന്നെ നമുക്ക് വരുന്നുമില്ല. ഇവിടെയാണെങ്കിൽ ജാക്കറ്റും അതുപോലെ തന്നെ ബൂട്ട്, മസ്റ്റായിട്ട് ബൂട്ട് വേണം. ബൂട്ടാകുമ്പോൾ കുറച്ച് കാല് താണു പോയാലും വലിയ പ്രശ്നം വരുന്നില്ല. നമ്മുടെ സാധാ ഷൂ ഒക്കെ ആകുമ്പോൾ അതിൻ്റെ അകത്ത് മഞ്ഞും വെള്ളവും എല്ലാം കയറിയിട്ട് തണുപ്പ് കയറും ബോഡിയിലോട്ട്. അപ്പോൾ ബൂട്ടും അതിൻ്റെ കൂടെ തന്നെയുള്ള ഒരു കോട്ടും ഞങ്ങളെല്ലാവരും റെൻ്റ് ഔട്ട് ചെയ്യട്ടോ ചെയ്തത്. ഇനി ഇവിടുത്തെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് സ്നോ സ്ലഡ്ജ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സ്നോ ബൈക്കിംഗ് ഉണ്ട്. ഇത് രണ്ടുമാണ് ഇപ്പോൾ ഉള്ള ആക്ടിവിറ്റി. പിന്നെ അതേപോലെ തന്നെ സ്കീയിങ് ഉണ്ട് കേട്ടോ. ഞാനും ഫൈസൽക്കയും ഷാനും കൂടെ സ്നോ ബൈക്കിൽ പോകുക കേട്ടോ ചെയ്തത്. കുറച്ച് ദൂരം അവർ നമ്മളെ ഒരു SUV കൊണ്ടുപോകും.
അത് കഴിഞ്ഞിട്ട് അവിടുന്ന് സ്നോ ബൈക്ക് ഉണ്ടായിരിക്കും, അതിൽ ഈ മഞ്ഞുമലയുടെ മുകളിലോട്ട് കൊണ്ടുപോകും. പിന്നെ അവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ആക്ടിവിറ്റീസൊക്കെ ചെയ്യാം. ഈ മഞ്ഞിലൂടെ നടക്കാം. നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ഓക്കെ കുഴപ്പമില്ല എന്നൊക്കെ തോന്നും, പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് നല്ല ബുദ്ധിമുട്ടാട്ടോ. ഈ മഞ്ഞിലൂടെ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ബൂട്ടൊക്കെ നല്ല ഗ്രിപ്പുള്ളതാണ് എങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് വീഴും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീണുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇങ്ങനെ കയറി പോകുന്നതിനനുസരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വീഴുമായിരുന്നു കേട്ടോ. ഞാൻ മഞ്ഞ് പിടിക്കണം എന്നുണ്ടെങ്കിൽ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള നല്ല ഗ്ലൗ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. സാധാ നമ്മുടെ വൂളൻ ഗ്ലൗ ആണെങ്കിൽ പെട്ടെന്ന് നനഞ്ഞു പോകുമേ. നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. ഈ പോകുന്നത് കേട്ടോ ഇവിടുത്തെ സ്നോ സ്ലെഡ്ജാണ് ഇത്. നമ്മളോട് ഇങ്ങനെ വന്ന് ചോദിക്കും സ്ലെഡ്ജ് വേണോ, എക്സ്പീരിയൻസ് ചെയ്യണ്ടേ, ഫോട്ടോ എടുക്കണ്ടേ, അങ്ങനെയൊക്കെ ചോദിക്കുക. അവിടെയും നമ്മൾ നന്നായിട്ട് തന്നെ ബാർഗെയിൻ ചെയ്യണം, എന്നാലേ ഉള്ളൂ നമുക്ക് ബെസ്റ്റ് പ്രൈസിൽ കിട്ടുക. അവർ ഡബിൾ പ്രൈസൊക്കെ പറയും. സോൻമർഗിൽ ഈ മഞ്ഞിൽ ഒരു കാവ കുടിച്ചിട്ടോ. അവിടെ നല്ല ചൂടുള്ള ഐറ്റംസൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. നൂഡിൽസും ഒക്കെ ഉണ്ട്. ഞാനും ഫൈസൽക്കയും ഷാനുവും കൂടെ ഒരു കാവ കേട്ടോ കുടിച്ചത്. ഷാനു ഫൈസൽക്കയുടെ പാർട്ട്ണറുടെ മോനാട്ടോ. ഈ കാശ്മീരി വാല ഈ മഞ്ഞിൻ്റെ മുകളിൽ കാവ വിൽക്കുക കേട്ടോ. അയാൾ ഇവിടുത്തെ ഫുഡ് ഐറ്റംസിനെ പറ്റിയിട്ടും ഒക്കെ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുക. ഒരു 11 മണിയോടെ ഞങ്ങളിവിടെ എത്തിയിട്ട് ഏകദേശം 2 മണി കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങൾ താഴോട്ട് കൊണ്ടുവന്നു. പിന്നെ കാശ്മീരിൽ ഇങ്ങനെ മഞ്ഞ് ഭാഗത്തൊക്കെ പോകുകയാണെങ്കിൽ റെയിൻ കോട്ട് എടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. റെയിൻ കോട്ട്, ഒരു കുട ഒക്കെ മസ്റ്റാണ്. കുടയുടെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം എടുക്കാതിരുന്നതാണ്. പിന്നെ ഒരു കുട എടുത്ത് വെച്ചത് എനിക്ക് ഭയങ്കര ഉപകാരമായി. അതേപോലെ തന്നെ റെയിൻ കോട്ടിൻ്റെ പാൻറ്റ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടോ. കാരണം ആ റെയിൻ കോട്ടിൻ്റെ പാൻറ്റ് ഇടുകയാണെങ്കിൽ നമ്മുടെ ഡ്രസ്സ് മുഴുവൻ അതിൻ്റെ അകത്തോട്ടാക്കി വെച്ചാൽ പിന്നെ അത് നനയില്ല. അതിൻ്റെ കൂടെ നമ്മൾ ബൂട്ട് കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ പാൻറ്റ് ഒന്നും നനയില്ല. അല്ലെങ്കിൽ ഈ മഞ്ഞിൽ ഡ്രസ്സ് നനഞ്ഞ് പിന്നെ ഇങ്ങനെ തണുപ്പ് വരാൻ തുടങ്ങും. ഇപ്പോഴാ മഞ്ഞുമലയുടെ നേരെ താഴെ ഒരു ഹോട്ടലുണ്ട്, സൺഷൈൻ എന്ന് പറഞ്ഞിട്ട്. വലിയൊരു ഹോട്ടലൊന്നും അല്ല കേട്ടോ, ഇതിൽ ഹോട്ടൽ കം റെസ്റ്റോറൻ്റ് ആണ്. ഇപ്പോൾ സൺഷൈൻ റെസ്റ്റോറൻറ്റിലാണ് ഇരിക്കുന്നത്. കാശ്മീരി സ്പെഷ്യൽ ഐറ്റംസ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. എല്ലാവരും തണുത്ത് വിറച്ച് നേരെ ഹോട്ടലിലോട്ട് ഓടി വരിക കേട്ടോ ചെയ്യുന്നത്. എന്തെങ്കിലും കഴിച്ചിട്ട് ഇവിടുന്ന് യാത്ര തുടരുകയാണെങ്കിൽ അതായിരിക്കും ഈസി എന്ന് തോന്നി. കാശ്മീരിൽ വന്നിട്ട് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട 2 ഐറ്റംസാണ് ഞങ്ങളിവിടെ ട്രൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഇവിടുത്തെ മീറ്റ് ബോൾസാണ്, മട്ടൻ കൊണ്ടുണ്ടാക്കിയ ബോൾസാണ്. ഇത് റിസ്ത എന്നാട്ടോ അറിയപ്പെടുന്നത്. ഈ റിസ്ത വിത്ത് റൈസ് ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അതേപോലെ തന്നെ ട്രൈ ചെയ്ത വേറൊന്ന് കെബാബാണ് കേട്ടോ. ഇവിടെ തന്നെ മട്ടൻ കെബാബാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു, പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളിന്ന് സോൻമർഗിൽ മഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്തു, അതേപോലെ തന്നെ ഇവിടുത്തെ ഫുഡ് കൂടെ എക്സ്പീരിയൻസ് ചെയ്തു. രണ്ടും കിടിലൻ തന്നെ ആയിരുന്നു കേട്ടോ. ഏകദേശം ഒരു 4 മണിയോടുകൂടെ ഞങ്ങൾ സോൻമർഗിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. മഞ്ഞിൽ കളിച്ചിട്ട് നന്നായിട്ട് തണുപ്പ് കയറിയിരിക്കുകയായിരുന്നു. നല്ല തലവേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തണുപ്പ് കാരണം. അപ്പോൾ നല്ല ചൂടുള്ളൊരു സൂപ്പ് കുടിച്ചു, അതോടുകൂടെ ഫ്രഷായി. പിന്നെ ഞാനും ഫൈസൽക്കയും ഡിന്നറൊക്കെ കഴിച്ച്. അപ്പോൾ ഇനി നാളെ പോകുന്നത് ഞങ്ങൾ ഗുൽമർഗിലോട്ടാണ്. സോൻമർഗ് പോലെ തന്നെ മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട സ്ഥലമാണ് ഗുൽമർഗ്. ഇവിടുത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.